ആരോപണം ഉന്നയിച്ചിട്ട് പരസ്യ സംവാദത്തിന് മന്ത്രി എം.ബി. രാജേഷ് വെല്ലുവിളിച്ചപ്പോൾ കണ്ടം വഴി മുണ്ടുപൊക്കി ഓടിയ സതീശനും രമേശനും വേണ്ടി വക്കാലത്തുമായി മറ്റൊരുത്തൻ മാതൃഭൂമി ഫ്ലോറിൽ ഒരു ഉളുപ്പുമില്ലാതെ ചർച്ചയ്ക്ക് പോയിരിക്കുകയാണ്. അപാര തൊലിക്കട്ടിയെന്നൊന്നും പറയരുത്. നേതാക്കന്മാരില്ലാത്ത ധൈര്യം ഉണ്ടല്ലോ, ചാവേറായിട്ടുള്ള അണിക്കുണ്ട്. അതാണ് അതിലെ കോമഡി. അതായത് പറഞ്ഞ കാര്യങ്ങൾ ഒരു പരസ്യ സംവാദത്തിൽ നേർക്കുനേർ വന്നാൽ സമർത്ഥിക്കാൻ കഴിയില്ല എന്ന അർത്ഥത്തിൽ അതിൽ നിന്ന് ഒളിച്ചോടിപ്പോയപ്പോൾ അതിന് ഞാൻ തയ്യാറല്ല, എൻ്റെ പാലക്കാടത്തെ രമണനെ വിടാമെന്ന് രമേശ് ചെന്നിത്തല അടിച്ച ഡയലോഗിൽ തന്നെ ഉണ്ട് എന്താണ് ആരോപണത്തിൻ്റെ പൊള്ളത്തരമെന്നുള്ള കാര്യം. ആ വിഷയമുയർത്തി മാതൃഭൂമി നടത്തിയ ചർച്ച കാണേണ്ടതാണ്. അരുൺകുമാർ ഓരോ പോയിന്റുകൾ പറയുമ്പോൾ ആധികാരികമായി ഒച്ചയെടുത്ത് പൊട്ടത്തരങ്ങൾ അടിച്ചതിന് ശേഷം ഇതാണ് സത്യമെന്ന രീതിയിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് വക്താക്കന്മാരുടെ നിലവാരവും ചിന്താഗതിയും ആ ചർച്ച തുറന്നു കാട്ടുന്നുണ്ട്. ഇപ്പോ ഇന്ദുലേഖനെ കിട്ടാതെ വന്നപ്പോ തോഴിയെ ആയാലും മതി എന്ന് പറഞ്ഞു സൂര്യ നമ്പൂതിരിപ്പാട്. ഇവിടെ എല്ലാത്തിനും തയ്യാറാ. സംവാദത്തിന്റെ ഉസ്താദാണല്ലോ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ്. പണ്ട് അത് ചെയ്തിട്ടുണ്ട്, ഹരിത MLA ആയിരുന്നപ്പോ ഇത് ചെയ്തിട്ടുണ്ട്, ഞാൻ മല മറിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞ്. എന്തുകൊണ്ടാണ് ഈ കേരളത്തിന്റെ മിനിസ്റ്ററോട് സഖാവ് എം.പി. രാജേഷിനോട് ഒരു സംവാദത്തിന് തയ്യാറാകാൻ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് തയ്യാറാകാത്തത്? എന്തിയെ മുൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകാത്തത്? എന്തിയെ രണ്ടുപേരും കൂടെ കൂടിയിരുന്ന സംവാദത്തിന് തയ്യാറാകാത്തത്? ഓടി രക്ഷപ്പെടുകയല്ലേ? പകരം ഞങ്ങൾ അവിടുത്തെ MPയെ വിടാം, ഇതാണോ മാന്യത? ഇവരല്ലേ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത്? ശ്രീകണ്ഠനല്ലോ, മിസ്റ്റർ ശ്രീകണ്ഠനല്ലോ ആരോപണം ഉന്നയിച്ചത്. പാലക്കാട് MP ഇതുവരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഒരു കവിത, ഒരു മറ്റൊരു സംസ്ഥാനത്തെ ഒരു മന്ത്രിയായിരുന്ന ആൾ കേരളത്തിൽ വന്നു, ചർച്ച നടത്തി. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നയം തുടങ്ങിയത്. ഒരു വസ്തുതയില്ലാതെ ആരോപണം ഉന്നയിക്കാവോ? ആ കവിത കേരളത്തിലേക്കേ വന്നിട്ടില്ല. അവസാനം കവിത പറഞ്ഞല്ലോ ഞാൻ നിയമ നടപടി സ്വീകരിക്കും. മനോരമ പത്രേ ഇവിടെ ഈ പ്രതിപക്ഷ നേതാവിന്റെ വാക്ക് കെട്ടി ലീഡിംഗ് വാർത്ത കൊടുത്തു. പിറ്റേ ദിവസം മാപ്പ് പറഞ്ഞ് രക്ഷപ്പെട്ടു. നിർവാചം ഖേദിക്കുന്ന ആരോപണമല്ലേ പല പത്രങ്ങളും ഏറ്റുപിടിച്ച്? പ്രതിപക്ഷ ഈ ചാനൽ ചർച്ചകളിൽ വരുന്ന കോൺഗ്രസിന്റെ പ്രതിനിധികൾ എന്ത് ആഘോഷമാക്കി മാറ്റി ഇത്തരം വാർത്തകൾ. നിങ്ങൾക്ക് ഇത് നല്ല കമ്പനിയാണ്. കുറെ കാലം മുമ്പ് നിങ്ങൾ ഇതുപോലെ കുറെ നല്ല കമ്പനികൾ പറഞ്ഞു. ലാവ്ലിൻ 374 കോടി രൂപയുടെ അഴിമതി നടന്ന കമ്പനി, പിന്നെ ഡാറ്റ കച്ചവടത്തിന് ഉപയോഗിച്ച സ്പ്രിംഗ്ലർ, പിന്നെ പ്രസാദിയോ AI ക്യാമറയിലെ അഴിമതി, PwC സ്വപ്ന സുരേഷിന് വലിയ നിയമനം കൊടുത്ത ഒരുപാട് തട്ടിപ്പുകൾക്ക് നിങ്ങളുടെ ഒപ്പം നിന്ന PwC. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ ആ കമ്പനി ഈ കമ്പനി. നിങ്ങൾ ആരോപിച്ച ഏത് അഴിമതി ആരോപണമാണ് പൊതുസമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്? കോടതി പോയില്ലേ ലാവ്ലിൻ, അതിനുശേഷം പോയി ബിരിയാണി ചെമ്പ്, ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ രൂപത്തിൽ, ഖുറാന്റെ ഉള്ളിൽ സ്വർണം, അതിന് AI ക്യാമറയ്ക്കെതിരെ, ജലമെട്രോയ്ക്കെതിരെ എത്രയോ അഴിമതി ആരോപണമായി നിങ്ങൾ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയുടെ 7 അയൽക്കത്ത് പരിസരത്ത് പോകാൻ ഇപ്പൊ പ്രതിപക്ഷ നേതാവിന് പറ്റുമോ? പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ന ആത്മവിശ്വാസം CPM-നുണ്ടോ? സഖ്യകക്ഷികളെ നിഴലിൽ നിർത്തിയുള്ള തീരുമാനമാണ് എന്ന വിമർശനത്തിന് മറുപടി കണ്ടെത്താൻ LDF യോഗത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആരോപണങ്ങളാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും മത്സരിച്ചുന്നയിച്ചത്. രാവിലെ 9:30 മുൻ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം വിളിച്ചപ്പോൾ അതിന് 3 മിനിറ്റ് മുമ്പ് 9:27 AM ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം വിളിച്ച് മുൻ പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനം പൊളിച്ചു കളഞ്ഞതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും അതിലൊന്നുപോലും സാധൂകരിക്കാൻ UDF-നോ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കോ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ആദ്യം പറഞ്ഞത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മദ്യനയത്തിന് വിരുദ്ധമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടായത് എന്ന രൂപത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഏറ്റവും ആദ്യം നടത്തിയത്. എന്നാൽ 2022-23 മദ്യനയത്തിലെ പേജ് ആമുഖത്തിൽ തന്നെ 2ാം പേജിലും 3ാം പേജിലും അതുപോലെ നമ്പർ 22-23 ആയിട്ട് കൃത്യമായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമായി. അതുപോലെ 2023-24 മദ്യനയത്തിലെ പാരഗ്രാഫ് 8-9 നമ്പർ 24-32 പാരഗ്രാഫ് ഉൾപ്പെടെ പ്രഖ്യാപിക്കപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഗവൺമെന്റ് നയമായി പ്രഖ്യാപിച്ച കാര്യങ്ങളാണ് നടപ്പാക്കുന്നതെന്ന് വന്നപ്പോൾ അത്തരത്തിൽ ആരോപണത്തിൽ നിന്ന് പിന്നിലേക്ക് പോയി. പിന്നെ പറഞ്ഞു ടെൻഡർ വിളിച്ചിട്ടില്ല. ഇത്തരത്തിലൊരു സംരംഭം ആരംഭിക്കുന്നതിന് ടെൻഡർ വിളിച്ച ചരിത്രം കേരളത്തിലില്ല. മുൻപ് UDF ഭരിക്കുമ്പോഴും അത്തരത്തിലുള്ള സാഹചര്യമില്ല, അതിന്റെ ആവശ്യമില്ല എന്ന ഒരു പൊതു ചർച്ച ഉയർന്നപ്പോൾ അതിൽ നിന്ന് പിൻവലിഞ്ഞു പോയി. പിന്നീട് പറഞ്ഞു പഞ്ചായത്തിനെ അറിയിക്കാതെയാണ്, എലപ്പള്ളി പഞ്ചായത്തിനെ അറിയിക്കാതെയാണ് ഇത്തരത്തിലുള്ള ഒരു നയം തീരുമാനിച്ചതെന്നാണ്. എന്നാൽ 14/2/2024-നും 18/6/2024-നും എലപ്പള്ളി പഞ്ചായത്തിന് കൃത്യമായി കത്തയച്ചിട്ടുണ്ട് എന്നും അവരുടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നുള്ള വസ്തുതകൾ വന്നപ്പോൾ ആ ആരോപണവും പോയി. മൂന്നാമത് പറഞ്ഞു വലിയ തരത്തിലുള്ള ജലചൂഷണമാണ്, ഭൂഗർഭജലം കൊള്ളയടിക്കുന്ന പദ്ധതിയാണ്, ഒരു തുള്ളി പോലും ഭൂഗർഭജലം വേണ്ട എന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്ലാൻ കൃത്യമായി പരിശോധിച്ചിട്ടുണ്ടെന്നും UDF-ന്റെ കാലത്ത് ആരംഭിച്ച കിൻഫ്രയുമായി ബന്ധപ്പെട്ടുള്ള കുടിവെള്ള പദ്ധതി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നും അവിടെ മഴവെള്ള സംഭരണിയാണെന്നും ഒരു തുള്ളി വെള്ളം വേണ്ട എന്ന കാര്യം കൃത്യമായിട്ട് വ്യക്തമായി
അതും പിൻവലിച്ചു പോയി. പിന്നീട് പറഞ്ഞു രഹസ്യ തീരുമാനമാണ്, ബന്ധപ്പെട്ട രേഖകൾ ഞാൻ പുറത്തുവിടും, 28/1 ഞാൻ പുറത്തുവിടുമെന്ന് പറഞ്ഞു. 16/1 ഗവൺമെന്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച രേഖകൾ അടക്കമാണ് പ്രതിപക്ഷ നേതാവ് പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് കൃത്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കാര്യത്തിലെടുത്ത തീരുമാനം മദ്യനയത്തിന്റെ ഭാഗമായിട്ടാണ്. സാധാരണഗതിയിൽ ആരോപണം ഉന്നയിച്ചവർ കണ്ടം വഴി ഓടിക്കഴിഞ്ഞാൽ പിന്നീട് അതിനെ ന്യായീകരിക്കാനെങ്കിലും പോകാതിരിക്കണം. പക്ഷേ ഉളുപ്പില്ലാതെ കുറേ മനോരമ കഥകളും ഏറ്റുപിടിച്ച് ചാനൽ ചർച്ചയിൽ വരും, മെഴുകും. ഇതാണിപ്പോൾ കോൺഗ്രസ്സുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം. അല്ലെങ്കിൽ ഇതുവരെ ആരോപണം ഉന്നയിച്ച ഏതെങ്കിലും ഒരു വിഷയം തെളിയിച്ചതായിട്ട് കാണിക്കണം. ലാവ്ലിൻ കേസ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ 2-3 പേരുകൾ മനോരമ ഇറക്കി പുറത്തിട്ടിട്ടുണ്ട്. അത് അന്തരീക്ഷത്തിൽ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് വായ്ത്താരിയിട്ട് നടക്കുന്നു. അതിനപ്പുറത്തേക്ക് കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ആരോപണങ്ങൾ നേരിട്ടൊന്ന് വെല്ലുവിളിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ എന്ന് മന്ത്രി എം ബി രാജേഷ് തെളിയിച്ചിരിക്കുകയാണ്. ആ വെല്ലുവിളി ഏറ്റെടുക്കാതെ 2 പേരും മുങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കണം കാരണം? ഒരു വ്യക്തിക്കെതിരെ ആരോപണം മാധ്യമ മൈക്കുകളിലൂടെ മാത്രമേ ഉന്നയിക്കൂ. ആ വ്യക്തി നേരിട്ട് വന്നിരുന്നിട്ട് എന്നോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ നേരിട്ട് ചോദിക്കൂ. ഈ ചാനലുകളുടെ മുന്നിൽ തത്സമയം നമുക്ക് അതിന് മറുപടി പറയാമെന്ന് പറയുമ്പോൾ ആരാണ് ക്രിസ്റ്റൽ ക്ലിയർ? കേൾക്കുന്നവർക്ക് വിലയിരുത്താനും തിരിച്ചറിവുണ്ടാക്കാനുമുള്ള ഏറ്റവും നല്ല അവസരമാണ്. ആരോപണ വിധേയൻ പേടിച്ചോടാതെ മുന്നിൽ വന്നിട്ട് 2 നേതാക്കന്മാരോടോ അല്ലെങ്കിൽ എൻ്റെ രമണനെയും കൂടെ കൂട്ടി നിങ്ങൾ 3 പേരായിട്ട് വരും, ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് ചർച്ചയ്ക്കും തയ്യാറാണെന്ന് പറയുമ്പോൾ ആരായിരിക്കണം അഴിമതിക്കാരെന്ന് മുങ്ങുന്നവരെ നോക്കി നിങ്ങൾക്ക് ചിന്തിച്ചാൽ മതി, കൃത്യമായിട്ടുള്ള ഉത്തരമാകും.